ജനിച്ചു വളർന്ന നാട്, ജീവനേക്കാളേറെ സ്നേഹിച്ച പുണ്യമക്ക. ഇരുളിൽ മറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജന്മനാടിൻ്റെ മണലാരണ്യങ്ങളോട് വിട പറയേണ്ടി വന്ന ഒരു നബിയുടെ ഹൃദയവേദന ചരിത്രത്തിൽ മറ്റാർക്കാണ് മനസ്സിലാകുക? ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെയുള്ള പാലായനം. സത്യവിശ്വാസത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രിയ നബിയും സ്വഹാബാക്കളും സഹിച്ച ത്യാഗങ്ങൾക്ക് അതിരുകളില്ലായിരുന്നു. സൗർ ഗുഹയിലെ ആ ഇരുണ്ട രാത്രിയിൽ പ്രിയ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ചുറങ്ങിയ ആ നിമിഷം സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ജീവാർപ്പണത്തിൻ്റെ ജീവിക്കുന്ന ചരിത്രമായിരുന്നു അത്. എന്നാൽ ആ കണ്ണുനീരിനൊടുവിൽ മദീനയുടെ മണ്ണിൽ സന്തോഷത്തിൻ്റെ അരുണോദയം പിറന്നു. തങ്ങളുടെ പ്രാണനായവനെ വരവേൽക്കാൻ മദീനക്കാർ കാത്തുനിന്നു. ത്വല അൽ ബദ്റു പാടി അവർ തങ്ങളുടെ പ്രിയ നബിയെ നെഞ്ചിലേറ്റി. ആ പുഞ്ചിരിയിൽ ലോകത്തിൻ്റെ മുഴുവൻ സങ്കടങ്ങളും അലിഞ്ഞില്ലാതെയായി. ചരിത്രത്തിൻ്റെ താളുകളിലെ ആ കണ്ണുനീരും പുഞ്ചിരിയും ത്യാഗവും സ്നേഹവും നമുക്കിന്നൊരു അനുഭവമായി മാറുന്നു. പരിശുദ്ധ മക്കയുടെയും മദീനയുടെയും പുണ്യവഴികളിലൂടെ നമ്മളും ഒരു യാത്ര പോവുന്നു. 2026 ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകിട്ട് 6:30 അന്തമാനിലെ ജൽസ ഫംഗ്ഷൻ ഹാളിൽ ഉസ്താദ് ഡോക്ടർ ഫാറൂഖ് നഈമി അൽ ബുഖാരി കൊല്ലം നേതൃത്വം നൽകുന്നു. ഹിജറ എക്സ്പെഡിഷൻ. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.